തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചടക്കിയതിന്റെ വിജയാഹ്ലാദം പങ്കുവെക്കുകയാണ് ബി.ജെ.പി. അങ്ങനെ ഒടുവിൽ 45 വർഷത്തിനു ശേഷം അനന്തപുരിയെ താമരക്കുമ്പിളിലാക്കിയിരിക്കുകയാണ് ബി.ജെ.പി. പ്രവർത്തകരെല്ലാം അമിത ആവേശത്തിലാണ്, അമിത ആഹ്ലാദത്തിലാണ്. ജനങ്ങൾക്ക് ഒരുപാട് ഉറപ്പുകൾ നൽകുന്നുണ്ട്. തലസ്ഥാനത്തിന്റെ മുഖം ഇനി മാറും, മാറാത്തത് ഇനി മാറും, മാറ്റും. അതാണ് ബി.ജെ.പി. നൽകുന്ന ഉറപ്പ്. വിനീഷ് ഉണ്ട് അവിടെ നിന്നും വിവരങ്ങളുമായി. വിനീഷ്, തലസ്ഥാനത്തൊരു വൻ വിജയമാണ്, തലസ്ഥാനം തന്നെ പിടിച്ചെടുത്തിരിക്കുകയാണ്, തലൈവരായിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? എങ്ങനെയാണ് അവരുടെ വിജയ ആഹ്ലാദം അല്ലെങ്കിൽ ആഹ്ലാദ പ്രകടനം പുരോഗമിക്കുന്നത്? വിനീഷ്. തീർച്ചയായിട്ടും വലിയ ആവേശത്തിൽ തന്നെയാണ് ബി.ജെ.പി. നേതൃത്വം, ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ, ഒപ്പം തന്നെ ബി.ജെ.പി. സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ, ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് അടക്കമുള്ളവരുടെ നേതൃത്വത്തിലാണ് ആഘോഷം തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുമ്പോൾ 50 കൗൺസിലർമാർ ഒരുമിച്ച് നിന്ന് വന്ദേ മാതരം പാടിക്കൊണ്ട് തങ്ങളുടെ ആഘോഷം അത് ജനങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കാനായി തിരുവനന്തപുരം നഗരത്തെ അനന്തപുരി ചുറ്റി അനന്തപുരി ജനവാസികൾക്ക് ആഘോഷം പങ്കിടാനായി ഓരോരുത്തരും എത്തുന്ന കാഴ്ച നമ്മളോടൊപ്പം ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജിയും കൂടി ചേരുക. നിലവിൽ അദ്ദേഹവും ആഹ്ലാദ പ്രകടനത്തിന്റെ ഭാഗമാവുകയാണ്. അതിനുശേഷം പ്രതികരിക്കാം എന്ന നിലപാടാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായിരുന്നാലും വലിയ ആവേശം തന്നെയാണ് പ്രവർത്തകർക്കും നേതാക്കൾക്കും ഉള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം വലിയ ചരിത്ര നിമിഷത്തിലേക്ക് ബി.ജെ.പി. കടന്നിരിക്കുന്ന നിമിഷം, ആ ചരിത്ര നിമിഷത്തിലേക്ക് കടന്നിരിക്കുമ്പോൾ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആഘോഷ ദിനമാണ്. 50 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് ബി.ജെ.പി. തിരുവനന്തപുരം നഗരത്തിൽ എത്തുന്നത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നോക്കുകയാണെങ്കിൽ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിരലിലെണ്ണാവുന്ന കൗൺസിലർമാർ മാത്രമുണ്ടായിരുന്നിടത്ത് അത് ഭരണത്തിലേക്ക് എത്തുന്നു. നേരത്തെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ആരംഭിച്ച ഘട്ടം മുതൽ മാറാത്തത് മാറും എന്ന മുദ്രാവാക്യവും ഉയർത്തിക്കൊണ്ടായിരുന്നു ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനെ ബി.ജെ.പി. ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും നേരിട്ടത്. കേരളത്തിൽ ആ ഒരു ഘട്ടത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അനന്തപുരിയെ പൂർണ്ണമായും മാറ്റി എന്ന വിശ്വാസത്തിൽ മാറാത്തത് മാറ്റി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ജനങ്ങളെ നേരിട്ട് കണ്ട് ഈ ഘട്ടത്തിൽ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ബി.ജെ.പിയും എൻ.ഡി.എയും നടത്തിയ ആ ഒരു വിജയ മുന്നേറ്റം, അതിന് തീർച്ചയായും ആയിരക്കണക്കിന് ബി.ജെ.പി. പ്രവർത്തകരുടെയും നൂറുകണക്കിന് പാർട്ടി നേതാക്കളുടെയും ഒക്കെ വിയർപ്പുണ്ട്. അവരെ കൂടി ഈ അവസരത്തിൽ നമുക്കൊന്ന് ഓർമ്മിക്കണം. ബിനീഷ്, അവരുടെ ഒത്തൊരുമ എടുത്തു പറയേണ്ടതാണ്. മറ്റൊരു പാർട്ടിക്കും കേരളത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഒത്തൊരുമ ബി.ജെ.പിക്കുണ്ട്, എൻ.ഡി.എക്കുണ്ട്. ആ ഒത്തൊരുമ, അവരുടെ ആ കൂട്ടായ പ്രവർത്തനമാണ് തന്നെയല്ലേ ഈ തിളക്കമാർന്ന വിജയത്തിലേക്ക് അവരെ കൊണ്ടെത്തിച്ചത്. വിനീഷ്. തീർച്ചയായിട്ടും അർപ്പണബോധത്തോടു കൂടിയുള്ള പ്രവർത്തനം, ആ പ്രവർത്തനം തന്നെയാണ് ബി.ജെ.പി. പ്രവർത്തകർ കഴിഞ്ഞ 1.5 മാസമായി നടത്തിയ അവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനത്തിന്റെ മികവ് തന്നെയാണ് ഇന്ന് തലസ്ഥാന നഗരിയിലേക്ക് എത്തി നിൽക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ 1.5 മാസം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലായിരുന്നു ഓരോ പ്രവർത്തകരെങ്കിലും. കഴിഞ്ഞ 60 വർഷത്തിലേറെ കാലമായി തിരുവനന്തപുരം തലസ്ഥാന നഗരിയെ കീഴടക്കാനുള്ള, അല്ലെങ്കിൽ തലസ്ഥാന നഗരിയിൽ കുങ്കുമ വർണ്ണ കാവി പതാക ഉയർത്താനുള്ള ഒരു ശ്രമത്തിൽ തന്നെയായിരുന്നു ബി.ജെ.പി. നേതൃത്വം. അതിന്റെ പടിപടിയായിട്ടുള്ള വളർച്ചയുടെ ഏറ്റവും അവസാനത്തെ, അല്ലെങ്കിൽ അതിൽ ഇപ്പോഴത്തെ സാഹചര്യം പരിശോധിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ 2 മെമ്പർമാരിൽ നിന്ന് 2 കൗൺസിലർമാരിൽ നിന്ന് ആരംഭിച്ച് പിന്നെ അത് 10ലേക്ക് എത്തുന്നു. അങ്ങനെ 34 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് ഏറ്റവും അവസാനം 2020 ബി.ജെ.പി. തിരുവനന്തപുരം നഗരത്തിൽ മുഖ്യ പ്രതിപക്ഷമായി എത്തുന്നു. 2025 ആകുമ്പോഴേക്കും ബി.ജെ.പി. ചരിത്രം കുറിച്ചുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിന്റെ കൃത്യമായി അനന്തപുരിയുടെ വികസനത്തിലേക്ക് നയിക്കാൻ ബി.ജെ.പി. പൂർണ്ണമായും സജ്ജമാകുന്ന കാഴ്ചയാണ്. കൗൺസിലർമാരുടെ എണ്ണത്തിൽ 50 തികഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്തിന്റെ അനന്തപുരിയെ നയിക്കാനുള്ള നീക്കത്തിലേക്ക് നടക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഇത് ചരിത്ര നിമിഷമാണ്. ആ ചരിത്ര നിമിഷത്തിലൂടെ തന്നെയാണ് ബി.ജെ.പി. നേതൃത്വം കടന്നു പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന്റെ ആഘോഷവും ആഹ്ലാദവും ആരവവും തന്നെയാണ് നമുക്ക് തലസ്ഥാന നഗരിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്, അനന്തപുരിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഓരോ പ്രവർത്തകർക്കും ഇന്ന് ഏറ്റവും അർപ്പണബോധത്തോടുകൂടിയും ആത്മവിശ്വാസത്തോടുകൂടിയും സംഘടനയെ നയിക്കാൻ സംഘടന ഒരു തരത്തിലെങ്കിലും തലസ്ഥാനത്ത് പ്രാപ്തരായി, അല്ലെങ്കിൽ സംഘടന അത്തരത്തിൽ തലസ്ഥാനത്ത് പ്രാപ്തമാകുന്ന കാഴ്ച കാണുമ്പോൾ ഓരോ പ്രവർത്തകർക്കും ഇത് ആത്മവിശ്വാസവും ആഹ്ലാദവും നൽകുന്ന നിമിഷം തന്നെയാണ്. ആ നിമിഷം തന്നെയാണ് ഇപ്പോൾ മാരാർജി ഭവനിൽ മുന്നിൽ നമുക്ക് ഈ അവസരത്തിൽ നമുക്ക് ഒരു കാര്യം കൂടി ഒന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. തലസ്ഥാനത്ത് എന്തൊക്കെ ഘടകങ്ങളാണ് ഈ ബി.ജെ.പിയുടെ വിജയത്തിന് കാരണമായത്?
തീർച്ചയായിട്ടും കഴിഞ്ഞ കുറെ കാലമായി അഴിമതി ഭരണമായിരുന്നു ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ നമുക്ക് തലസ്ഥാന നഗരിയിൽ കാണാൻ സാധിക്കുന്നത്. ആ അഴിമതി തുടച്ചെറിയാൻ തന്നെയാണ് BJPക്ക് ഇത്രയും വലിയൊരു ചരിത്ര വിജയം തലസ്ഥാന നഗരിയിലെ അനന്തപുരിയിലെ ജനങ്ങൾ ഒരുക്കിയത് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം പല ഘട്ടങ്ങളിലും പല തരത്തിലുള്ള ചർച്ചകൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പൊക്കെ തന്നെ BJP ഒരു കാരണവശാലും തലസ്ഥാന നഗരി പിടിക്കുകയില്ല, തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരിക്കുകയില്ല എന്ന നിലപാടുമായി പല ഘട്ടങ്ങളിലായി കോൺഗ്രസിന്റെയും CPMന്റെയും നേതാക്കൾ അത്തരത്തിലുള്ള നിലപാടുമായി പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരണവുമായി എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോഴും അടിയുറച്ച് ചിട്ടയായ പ്രവർത്തനം പ്രാദേശിക തലങ്ങളിൽ BJP പ്രവർത്തകർ നടത്തുന്ന കാഴ്ച, അതിന്റെ വിജയം, അതിന്റെ മധുരം തന്നെയാണ് കഴിഞ്ഞ ദിവസം BJPക്ക് ലഭിച്ച 50 കൗൺസിലർമാർ. ചില ഇടങ്ങളിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ചെറിയ മാർജിനുകളിലാണ് ഏകദേശം 20-ലധികം സീറ്റുകളിൽ BJP പരാജയപ്പെട്ടത് എന്നതും ഏറെ ദുഃഖകരമായ കാര്യമെന്ന് തന്നെയാണ് BJP നേതാക്കൾ വിലയിരുത്തുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം 50 ഹാഫ് സെഞ്ചുറി തിരുവനന്തപുരം നഗരത്തിൽ അടിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഹാഫ് സെഞ്ചുറി കൗൺസിലർമാരെ ഉണ്ടാക്കിക്കൊണ്ട് വികസന അനന്തപുരിക്ക് 21-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യുന്നതോടുകൂടി BJP കൗൺസിലർമാർ വികസന അനന്തപുരിക്ക് തുടക്കം കുറിക്കുകയാണ് എന്ന സാഹചര്യത്തിൽ സംശയമില്ല. എപ്പോഴും നരേന്ദ്രമോദി സർക്കാരിൻ്റെ കേന്ദ്ര പദ്ധതികൾ സാധാരണക്കാരുടെ ജനങ്ങൾക്കിടയിൽ എത്തിക്കാൻ കേന്ദ്ര പദ്ധതികളുടെ വികസനങ്ങൾ അത് തിരുവനന്തപുരം നഗരത്തിൽ യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് BJP നേതാക്കൾ ഇത്തവണ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ആ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പൂർണ്ണമായ അംഗീകാരം നൽകിയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അംഗീകാരത്തിന് നന്ദി പറയാൻ തന്നെയാണ് BJP നേതാക്കൾ ഇപ്പോൾ തിരുവനന്തപുരം നഗരം ചുറ്റിക്കൊണ്ട് തിരുവനന്തപുരം അനന്തപുരിവാസികൾക്ക് നന്ദി അറിയിപ്പിക്കുക എന്ന കർത്തവ്യത്തോടു കൂടി തന്നെയാണ് ഈ ആഹ്ലാദ പ്രകടനവുമായി ഓരോ മുക്കിലും മൂലയിലും തിരുവനന്തപുരം നഗരത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും എത്തി അവിടെയുള്ള ജനങ്ങൾക്ക് നന്ദി അറിയിക്കുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലാണ് ഈ കൗൺസിലർമാർ നന്ദി അറിയിക്കാൻ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ ഒരു ഘോഷയാത്ര അല്ലെങ്കിൽ ആഘോഷയാത്ര എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ ആഘോഷയാത്ര ആരംഭിക്കുക, അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്തെ BJPയുടെ സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവനിന് മുന്നിൽ നേതാക്കളും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ, BJP സെൻട്രൽ ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വലിയ ആഘോഷങ്ങൾക്ക് തന്നെയാണ് തുടക്കം കുറിക്കാൻ പോകുന്നത്. ആ ഘോഷയാത്രയിൽ അല്ലെങ്കിൽ യാത്രയിൽ ഇവിടുത്തെ അനന്തപുരി നിവാസികൾക്ക് അല്പസമയത്തിനകം തന്നെ നന്ദി അറിയിക്കാനായി നഗരത്തിൻ്റെ തെരുവ് വീഥികളിലൂടെ നന്ദി അറിയിച്ചുകൊണ്ട് 50 കൗൺസിലർമാർ ഒരുമിച്ച് തുറന്ന ജീപ്പിൽ പോകുന്ന കാഴ്ചയാണ് ഇനി പ്രേക്ഷകർ കാണാൻ പോകുന്നത്. വളരെ വലിയ ആവേശത്തിൽ തന്നെയാണ് അനന്തപുരി എന്ന കാര്യത്തിൽ സംശയമില്ല. ആവേശത്തിലും ആഹ്ലാദത്തിലും തന്നെയാണ് അനന്തപുരി. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ തന്നെയാണ് 50 കൗൺസിലർമാർക്ക് നേതൃത്വം നൽകിക്കൊണ്ട് വലിയ തോതിൽ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആവേശം നൽകിക്കൊണ്ടുള്ള നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരൻ സെൽഫി എടുക്കുകയാണ്. പ്രത്യേകിച്ച് വലിയ ആവേശവും ആത്മവിശ്വാസവും തരുന്ന നിമിഷത്തിലൂടെയാണ് തലസ്ഥാന നഗരിയും അനന്തപുരിയും കടന്നു പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാവരും വലിയ ആവേശത്തിലാണ്. രാജീവ് ചന്ദ്രശേഖരൻ എടുക്കുന്ന സെൽഫിയുടെ പുറകിലേക്ക് എത്താൻ പ്രവർത്തകരും നേതാക്കളും ഒപ്പം തന്നെ കൗൺസിലർമാരും നീങ്ങുന്ന കാഴ്ച നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ റോഡ് ഷോ ആരംഭിക്കുന്നതാണ്. ഈ റോഡ് ഷോയിൽ നിരവധി പ്രവർത്തകർ ഭാഗമാകും, 50 കൗൺസിലർമാർ ഭാഗമാകും. ഒപ്പം തന്നെ ഓരോ കേന്ദ്രങ്ങളിലും BJPക്ക് സ്വീകരണം ഒരുക്കിയിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. വലിയ ആഘോഷങ്ങളുടെ തുടക്കത്തിന് BJP തുടക്കം കുറിക്കുന്നു. ഒപ്പം തന്നെ 21-ാം തീയതി മുതൽ ഈ വരുന്ന 21 മുതൽ BJP നഗരസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതോടുകൂടി പുതിയ ചരിത്രം സൃഷ്ടിക്കുകയാണ്. പ്രത്യേകിച്ച് BJPയുടെ ചരിത്രത്തിൽ ലഭിച്ച ഏറ്റവും വലിയ വിജയം എന്ന് തന്നെയാണ് BJP ഇതിനെ വിലയിരുത്തുന്നത്. 50 കൗൺസിലർമാരെ വിജയിപ്പിച്ചെടുത്തുകൊണ്ട് വികസിത അനന്തപുരിക്ക് ഇതോടുകൂടി BJP തുടക്കം കുറിക്കുകയാണ്. ആ തുടക്കത്തിൻ്റെ ആഘോഷം തന്നെയാണ്. ഒപ്പം തന്നെ ഈ 50 കൗൺസിലർമാർക്ക് വിജയിക്കാനുള്ള അവസരമൊരുക്കിയ അനന്തപുരി നിവാസികൾക്കും അദ്ദേഹം നന്ദി അറിയിക്കാൻ പോകുന്ന കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തുറന്ന ജീപ്പിൽ BJPയുടെ നേതാക്കൾ ഇപ്പോൾ കടന്നുപോകും. അല്പസമയത്തിനകം തന്നെ ആ കടന്നുപോയി ഓരോ പ്രവർത്തകരെയും റോഡിന്റെ ഇരുവശത്ത് നിൽക്കുന്ന പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഉള്ള യാത്രയായിരിക്കും ഇനി നടക്കുക. 14 തുറന്ന ജീപ്പുകളിലാണ്
കൗൺസിലർമാർ രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന ഈ നന്ദി യാത്രയുടെ പുറകെ കൗൺസിലർമാരും അനുഗമിക്കും. ആ ദൃശ്യങ്ങളും നമുക്ക് അല്പസമയത്തകം കാണാൻ സാധിക്കും. ഇപ്പോൾ ആ നന്ദി യാത്രയുടെ അല്ലെങ്കിൽ ആഘോഷയാത്രയുടെ ആഘോഷയാത്രയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അശ്വതി. തീർച്ചയായും വിനീഷ്, ഈ റാലി തലസ്ഥാനത്തിന്റെ ഏതൊക്കെ ഹൃദയ ഭാഗങ്ങളിലൂടെ ആകും കടന്നു പോകുക? ഒപ്പം പൊതുജനം എങ്ങനെയാണ് ഈ വിജയത്തെ നോക്കിക്കാണുന്നത്? എങ്ങനെയാണ് അവർ ഈ 50 തിരഞ്ഞെടുത്ത സ്ഥാനാർത്ഥികളെ നോക്കിക്കാണുന്നത്, സ്വീകരിക്കുന്നത്? ഈ വിജയാഹ്ലാദ റാലി കടന്നു പോകുന്നത് തമ്പാനൂര്, കിള്ളിപ്പാലം, കരമന, പൂജപ്പുര, ജഗതി, വഴുതക്കാട്, പാളയം, പട്ടം, കേശവദാസപുരം, മുട്ടട, പേരൂർക്കട, അമ്പലമുക്ക്, കവടിയാർ, ശാസ്തമംഗലം, വെള്ളയമ്പലം, മ്യൂസിയം, പാളയം, ഓവർബ്രിഡ്ജ്, കിഴക്കേക്കോട്ട എന്നീ പ്രദേശങ്ങളിലൂടെയാണ് വിജയയാത്ര കടന്നു പോകുന്നത്. അതിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ മാരാർജി ഭവനിൽ നിന്ന് ഇപ്പോൾ പുറപ്പെട്ടിരിക്കുകയാണ്. ഈ മാരാർജി ഭവനിലെ തുറന്ന ജീപ്പിലുള്ള യാത്ര, അതിന് പിന്നാലെ കൗൺസിലർമാരും അവിടെയുള്ള ജനങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കും. അവർക്ക് നന്ദി എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രവർത്തകരുടെ ഒരു സാന്നിധ്യം തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ദൃശ്യങ്ങൾ പോലും നമുക്ക് വ്യക്തമാകുന്നുണ്ട്. തീർച്ചയായും വിനീഷ്, അങ്ങനെ തലസ്ഥാനത്ത് വിജയാഹ്ലാദ റാലി നടക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ അടക്കം ഈ റാലിയിൽ പങ്കെടുക്കുന്നു. വിജയിച്ച 50 സ്ഥാനാർത്ഥികളുമായ അദ്ദേഹമാണ് നേതൃത്വത്തിൽ നിന്ന് അത് നയിക്കുന്നത്. വിനീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വിനീഷ്, എന്തായാലും ഒരു വലിയ വിജയം എന്ന് തന്നെ പറയേണ്ടി വരും. ഐക്യമത്യം മഹാബലം, അല്ലെങ്കിൽ ഒത്തുപിടിച്ചാൽ മലയും പോരുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ BJPയുടെ ആ ഒരു ഐക്യം, ആ പ്രവർത്തകരുടെ ഐക്യം. അതുകൂടി നമുക്ക് സൂചിപ്പിക്കേണ്ടതല്ലേ? ഫുള്ളാ നിൽക്കാൻ പറ്റില്ല.